കേരളത്തിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന തലത്തിൽ മിൽമ എന്ന സംവിധാനം ആരംഭിച്ചത്. എന്നാൽ ശരിയായ ഇടപെടലുകളും ശരിയായ രീതിയിലുള്ള ഉൽപാദന വർധനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫലപ്രദമായി ആ സംവിധാനത്തിന് കഴിഞ്ഞുവോ എന്നത് സംശയാസ്പദമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ സമീപകാലത്ത് കേരളത്തിൽ 3 യൂണിയനുകളും അതുപോലെ തന്നെ മിൽമ ഫെഡറേഷനും പ്രവർത്തിക്കുന്നതിൽ മലബാറിലും അതുപോലെ തന്നെ തിരുവനന്തപുരവും ഇടത് കർഷക സംഘടനകളാണ് അധികാരത്തിൽ വന്നത്. അതിനെ തുടർന്ന് എറണാകുളം യൂണിയനിൽ ഭൂരിപക്ഷം UDF-നുണ്ടെങ്കിൽ തന്നെ മിൽമയുടെ ഭരണം ഇടത് ഭരണത്തിന് കീഴിലായി. അതിനുശേഷമാണ് ആരംഭകാലത്ത് മിൽമ പ്രഖ്യാപിച്ച കർഷക ക്ഷേമ രക്ഷാ പദ്ധതികൾ മിൽമ ആരംഭിക്കുന്നതെന്ന് എല്ലാ ക്ഷീര കർഷകർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം മിൽമ എന്ന സംവിധാനത്തെ എങ്ങനെയാണ് ഇടതുപക്ഷത്തു നിന്ന് അട്ടിമറിച്ച് UDF തലത്തിലേക്ക് മാറ്റാൻ കഴിയുക എന്ന പരിശ്രമമാണ് UDF നടത്തിയത്. തിരുവനന്തപുരം യൂണിയൻ്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരുപാട് ഇല്ലാക്കഥകളും കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ആ യൂണിയനെ പിരിച്ചുവിട്ട നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. മാത്രമല്ല, ജനാധിപത്യപരമായ രീതിയിലുള്ള നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പിരിച്ചുവിടലിനെതിരായി ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നു വരികയാണ്. ഇത് മിൽമയിൽ മാത്രമല്ല, സഹകരണ മേഖലയിലെമ്പാടും UDF ഗവൺമെൻറ് എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു നിദർശനം മാത്രമാണ് എന്നുകൂടി പറയേണ്ടി വരും തിരുവനന്തപുരം യൂണിയൻ്റെ പിരിച്ചുവിടൽ. അതുകൊണ്ട് തന്നെ അതിശക്തിയായ പ്രക്ഷോഭങ്ങളല്ലാതെ ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ക്ഷീര കർഷകർക്ക് മറ്റ് മാർഗങ്ങളില്ല എന്നതാണ് അവസ്ഥ. ഇപ്പോൾ നിലവിലുള്ള മലബാർ ഇടതുപക്ഷ ഭരണവും അതുപോലെ തന്നെ എറണാകുളം യൂണിയൻ്റെ UDF ഭരണവും പരിഗണിക്കുമ്പോൾ അതുവഴി മിൽമയുടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഇതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്, വിശേഷിച്ച് ക്ഷീര കർഷക രംഗത്ത് എന്നാണ് കേരള കർഷക സംഘത്തിൻ്റെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം 18-ാം തീയതി തിരുവനന്തപുരത്ത് ക്ഷീര ഡയറക്ടറേറ്റിന് മുമ്പിലും എല്ലാ ജില്ലകളിലും ക്ഷീര ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകൾക്ക് മുമ്പിലും മാർച്ചും ധർണയും നടത്തണം എന്ന് കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള ക്ഷീര കർഷകരുടെ മാർച്ച് 18-ാം തീയതി കാലത്ത് 9:30 പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച് ടൗൺ ഹാളിന് ഓപ്പോസിറ്റുള്ള താലൂക്ക് ഓഫീസിൻ്റെ കോമ്പൗണ്ടിലുള്ള DD ഓഫീസിലേക്ക് സമരം നടക്കും. പ്രസ്തുത സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് AC മൊയ്തീൻ MLA ആണ്. ആ സമരത്തിൽ മുഴുവൻ ക്ഷീര കർഷകരും അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളും പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് കേരള കർഷക സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.